ദൈവത്തിന് മഹത്വം. സ്നേഹമുള്ളവരെ, ഈശോയെ സ്വന്തമാക്കുന്നതിനേക്കാളും വലുതായി മറ്റൊന്നുമില്ല. ഈശോയെ സ്വന്തമാക്കിയ വ്യക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാൻ. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 21-ാം തിരുവചനത്തിലൂടെ പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായി കരുതിയ വിശുദ്ധ പൗലോസിനെ അപ്രകാരം പ്രഖ്യാപിക്കുവാൻ പ്രേരിപ്പിച്ചത് യേശുവിൽ ഏറ്റവും വലിയ ജ്ഞാനം കണ്ടെത്തിയതായിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്, ഞാൻ ഫരിസേയരിൽ ഫരിസേയനാണ്, ഞാൻ ഹെബ്രായനാണ്, ഇസ്രായേൽ വംശത്തിൽ ജനിച്ചവനാണ്, ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണ്, ഞാൻ എല്ലാ അറിവും നേടിയവനാണ്, ഫരിസേയൻ എന്ന രീതിയിൽ. എങ്കിലും അതെല്ലാം, ആ ലാഭമെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കരുതി, അതിനെ ഉച്ഛിഷ്ടം പോലെ പരിഗണിച്ചു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റവും വലിയവനായി കരുതുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ സ്വന്തം ജീവിതത്തെക്കാളുപരി സ്നേഹിക്കുക. യേശുവിനോട് പറയണം, ഈശോയെ, നീ എനിക്ക് ഏറ്റവും വലിയവനാണ്, എൻ്റെ ജീവനേക്കാളും വലിയവനാണ്, നീ എനിക്ക് അമൂല്യനാണ്. എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ഞാൻ നിന്നേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം എന്ന് പോലും ഞാൻ കരുതിയിട്ടുള്ള എൻ്റെ ഭൗതിക നേട്ടങ്ങൾ അല്ല ദൈവാനുഗ്രഹം, മറിച്ച് നിന്നിലുള്ള വിശ്വാസത്തെ പ്രതി എനിക്ക് ലഭിക്കുന്ന ദൈവ കൃപയാണ് ഏറ്റവും വലിയ നേട്ടം. ഈശോ, നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ ജീവനാണ്, നീ എൻ്റെ സർവസ്വവുമാണ്. ഈശോയോട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എൻ്റെ ജീവനേക്കാളും വലിയവനാണ്, എൻ്റെ ജീവനേക്കാളും വലിയവനാണ്. കർത്താവിൻ്റെ തിരുമുമ്പിൽ നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ആയിരുന്നുകൊണ്ട്, നമ്മളുടേതായ സാഹചര്യത്തിലായിരുന്നുകൊണ്ട് ഈശോയെക്കുറിച്ചൊന്ന് മനസ്സിലോർക്കാം. ഈശോയെക്കുറിച്ച് മനസ്സിലൊന്ന് ഓർക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച്, വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കണ്ണുകളടച്ച്, ഈശോയാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്ന ഒരു ബോധ്യമുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ അവിടുത്തെ വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വലിയ സ്നേഹത്തോടെ ഈശോയോട് പറയാം, നീയാണ് എൻ്റെ ജീവനേക്കാൾ വലിയവൻ. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ ഈശോയെ, നീ എൻ്റെ ജീവനേക്കാൾ വലിയവനാണ്, നീ എൻ്റെ സ്നേഹഗീതമാണ്, നീ എൻ്റെ മാത്രം നാഥനാണെന്ന് വിശ്വസിച്ച് എല്ലാറ്റിനേക്കാളും ഉപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആരാധന, 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 ആരാധന. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് പാടുന്നു. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. അതുകൊണ്ട് ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധന, 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 ആരാധന. സ്നേഹഗീതമാ എന്നേശുനാഥാ, എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ, എൻ ജീവനേ കാ
ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നിതാ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഈശോയെ, അങ്ങേപ്പോലെ എന്നെ സ്നേഹിക്കാൻ ആരാ ഉള്ളത്? കുരിശിൽ ജീവൻ ബലിയായി നൽകി എന്നെ സ്നേഹിച്ച അങ്ങയുടെ ആ സ്നേഹം ഈശോ ഞാൻ അനുഭവിക്കുന്നു. ആ സ്നേഹം അനുഭവിച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ അങ്ങയോട് അലിയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈശോയെ, എൻ്റെ ഈശോ, അങ്ങിൽ ചേർന്ന് അങ്ങിൽ അലിഞ്ഞ് അങ്ങയെ ആരാധിച്ച് അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കാൻ എനിക്ക് കൃപ നൽകണേ ഈശോ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സൗഖ്യമേ നിന്നിൽ ഞാനും ചേരുന്നിതാ. സ്നേഹമേ സൗഖ്യമേ നിന്നിൽ ഞാനും ചേരുന്നിതാ. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന 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 ആരാധന. ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ജീവിതം മുഴുവൻ നൽകി ആരാധന 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 ആരാധന. നേട്ടങ്ങളെല്ലാം സമർപ്പിച്ച് ആരാധന 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 ആരാധന. ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. എൻ സ്നേഹഗീതമാ എന്നേശുനാഥ നീ, എൻ ജീവനേ താളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ താളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമായി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയവനായി
നീ ആയിരിക്കുന്നുവെന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഈശോ, എൻ്റെ ജീവിതം പൂർണ്ണമായും അങ്ങേക്ക് ഞാനിതാ അടിയറ വയ്ക്കുകയാണ്. കാരണം അങ്ങാണ് എൻ്റെ ജീവൻ്റെ നാഥൻ. അങ്ങേ ഇപ്രകാരം സ്വീകരിക്കുന്ന എല്ലാവരും ഈശോ അനുഗ്രഹിക്കപ്പെടും എന്നെനിക്ക് വലിയ ബോധ്യമുണ്ട്. ഈശോ, നന്ദിയോടെ അങ്ങേ തിരുമുൻപാകെ പ്രാർത്ഥിക്കുന്നു. അങ്ങേ അപ്രകാരം ദൈവത്തെ എല്ലാറ്റിനേക്കാളും ഉപരിയായി കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ച പൂർവ്വ യൗസേപ്പിനെ ഞങ്ങൾ ഓർക്കുന്നു. പൂർവ്വ യൗസേപ്പ് ദൈവത്തെ അപ്രകാരം സ്വീകരിച്ചപ്പോൾ അവിടുന്ന് ജോസഫിനോട് കൂടെയുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 35 മുതലുള്ള അധ്യായങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നത് അങ്ങനെയാണ്. യാക്കോബിന് ഏറ്റവും ആ മകനെ സ്നേഹമുള്ളപ്പോഴും, യാക്കോബ് അവന് വർണ്ണക്കുപ്പായ സമ്മാനം നൽകിയപ്പോഴും, സഹോദരർ അവനെ വെറുത്തപ്പോഴും, സഹോദരർ അവനെ വേണ്ട എന്ന് വെച്ചപ്പോഴും, അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും, ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റപ്പോഴും ദൈവമേ അവിടുന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൊത്തിഫാറിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടപ്പോഴും, പൊത്തിഫാറിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും കർത്താവേ അവിടുന്ന് ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കാരാഗൃഹത്തിലായിരുന്നപ്പോഴും, ആ കാരാഗൃഹത്തിൽ നിന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായി സാഫ്നത്ത് ഫാനയായി ഉയർത്തപ്പെട്ടപ്പോഴും അവിടുന്ന് ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഈശോ, ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം നീ എൻ്റെ ജീവൻ്റെ ജീവനാണ്, നീ എൻ്റെ നാഥനാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം ഇപ്രകാരം പറയുന്നില്ലേ? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനവും പ്രകാരം ഉദ്ഘോഷിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവെ, അങ്ങയുടെ നാമം യേശു എന്ന് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഏക നാമം യേശു എന്ന നാമം. ഈശോയെ, ആ നാമം ഞങ്ങളൊന്ന് വിളിക്കട്ടെ, ആ നാമം ഞങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ നേരെ ഞങ്ങളിതാ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് അങ്ങയുടെ തിരുനാമം വിളിച്ച് സ്തുതിക്കുകയാണ്. ഈശോയെ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ എന്ന് ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുകയാണ്. യേശുവേ കനിയണമേ എന്ന് വിളിച്ച കുഷ്ഠരോഗിയെ കരുണയോടെ കണ്ട് സുഖപ്പെടുത്തിയ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുനാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ, അവിടുന്ന് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സുഖമുള്ളതാകും. യേശുവേ, അവിടുന്ന് എൻ്റെ ചാരത്തിരുന്നാൽ എൻ്റെ ജീവിതം സൗഖ്യമുള്ളതായി തീരും. യേശുവേ 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 യേശുവേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ യേശുവേ. യേശുവേ, നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റം സുഖമാണീ നൊമ്പരങ്ങൾ. യേശുവേ, നീ എൻ ചാരത്തിരുന്നാൽ ഏറെ സൗഖ്യമായി തീരുമെന്നുള്ളം. യേശുവേ,
ഈശോ, നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ എൻ്റെ വേദനയിൽ അത് ആശ്വാസമാണ്. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ സഹനം ശക്തിയാണ്, എനിക്ക് ജീവിതം സത്യമാണ്. ഈശോ, കൂടെ ഉണ്ടാകണേ, എൻ്റെ കൂടെ ഉണ്ടാകണേ. യേശുവേ, നീ എൻ അരികിലെന്ന ആശ്വാസമാണീ വേദനകൾ. ജീവിതം സത്യം, എൻ സഹനങ്ങളോ ശക്തി മാത്രം. യേശുവേ, നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റവും സുഖമായി നൊമ്പരങ്ങൾ. യേശുവേ, നീ എൻ ചാരത്തിരുന്ന ഏറെ സൗഖ്യമായി തീരുമെന്നുള്ളം. ഈശോയെ, നീ എൻ്റെ അടുത്തുണ്ടാകുമ്പോൾ, എൻ്റെ അരികിലുണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ തന്നെ ഒരു അനുതാപമുണ്ടാകും. ഞാൻ അങ്ങയുടെ അടുത്തിരിക്കാൻ യോഗ്യനാണോ എന്ന ചിന്തയുണ്ടാകും. എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഞാൻ അതുവഴി ആഗ്രഹിക്കും. ഈശോയെ, ആ ഒരു ആനന്ദത്തിലൂടെ ഭക്തിയുടെ ആ മാധുര്യം നുകരാൻ ഈശോയെ എൻ്റെ കൂടെ അവിടുന്ന് വസിക്കണമേ, എന്നെ സഹായിക്കണേ. ഇന്നു ഞാൻ അറിയുന്നു യേശുനാഥ, അനുതാപമാണൻ മുക്തിയെന്ന്. യേശുവേ, നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റവും സുഖമാണീ നൊമ്പരങ്ങൾ. യേശുവേ, നീ എൻ ചാരത്തിരുന്ന ഏറെ സൗഖ്യമായി തീരുമെന്നുള്ളം. ഈശോയെ, അങ്ങനെ വിട്ടു പിരിഞ്ഞു പോകരുത് ഈശോയെ. കാരണം എൻ്റെ നൊമ്പരങ്ങളെല്ലാം സുഖമായി തീരും, എൻ്റെ രോഗങ്ങളെല്ലാം സൗഖ്യമാക്കപ്പെടും. എൻ്റെ ഈശോ, അവിടുന്ന് എൻ്റെ കൂടെ എൻ്റെ ജീവനിൽ പങ്കുചേർന്ന് എന്നെ അങ്ങയോട് ചേർക്കാൻ എന്നിൽ വസിക്കണേ. എൻ്റെ കൂടെ ഉണ്ടാകണമേ ഈശോ, എന്നിൽ നിറയണമേ ഈശോ. എൻ്റെ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും അങ്ങേക്ക് വേണ്ടി തന്നെ ജീവിക്കുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുക. അപ്രകാരമുള്ള ഉറച്ച ഒരു ബോധ്യമാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ് ഈശോയെ എന്നെ അങ്ങയെ ഏറ്റവും വലിയവനായി കാണാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങ് ഏറ്റവും വലിയവനാണ്, എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ഉടയവനാണ്, സൃഷ്ടികർത്താവാണ്. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധന പാടുന്നു, അങ്ങേ ഞങ്ങൾ ഒന്ന് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വന്തമായി തീർത്ത് അവിടുന്ന് ജീവിക്കണമേ. ഈശോയെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-8 ഞങ്ങൾ ഓർക്കുന്നു. പൗലോസ് ഇപ്രകാരം ഉദ്ഘോഷിച്ചില്ലേ? ആ പൗലോസിൻ്റെ തീക്ഷ്ണത ഞങ്ങളിലേക്ക് നിറയാനായി ആഗ്രഹിച്ച് ഞങ്ങളും അതേ വചനം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ഞാൻ ജീവിക്കുന്നു,
ഞാൻ മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു. ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നു. ഞാൻ മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു. ആകയാൽ ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം, യേശു ക്രിസ്തുവിൻ്റെ മാത്രം. ഈശോയെ, അങ്ങനെ ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. കാരണം അവിടുന്ന് എൻ്റെ കൂടെ തന്നെയുള്ളതിനാൽ അങ്ങയെ മറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, അങ്ങയെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഈശോയെ. അതുകൊണ്ട് ഈശോയെ, എൻ്റെ കൂടെ ഉണ്ടാകണമേ, എൻ്റെ ജീവിതത്തിൽ നിറയണമേ. ആ ഒരു ബോധ്യത്തോടെ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ഇടയവനായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മളുടെ ഈ ആരാധനാ ഗീതം ഒരേ മനസ്സോടെ അവിടുത്തെ തിരുമ്പിൽ നർപ്പിക്കാം. ആരാധന 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 ആരാധന. ഒന്ന് ചേർന്ന് ഈശോയ്ക്ക് ആരാധന പാടാം. ആരാധന 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 ആരാധന. വലിയ സ്നേഹത്തോടെ ആരാധന 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 ആരാധന. ഈശോയെ, ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുക. എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടവും അങ്ങേക്ക് അർപ്പിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈശോയെ, അവിടുന്ന് എൻ്റെ സ്വന്തമാക്കണമേ. അതിനെ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്ന ഈശോയെ ഒന്ന് ചേർന്ന് ആരാധിക്കാം എല്ലാവരും. ആരാധന 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 ആരാധന. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെയും അങ്ങയുടെ നാമം എൻ്റെ അധരത്തിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തെ സ്തുതിക്കാൻ, അങ്ങയുടെ നാമം ഉരുവിട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷവും ചെലവഴിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണേ. അത് ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ഒരേ മനസ്സോടെ ആരാധിക്കുന്നു, സർവ്വം നൽകി ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഒന്ന് ചേർന്ന് ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഈ സമയം അത്രയും അങ്ങേ ആരാധിക്കാൻ കൃപ നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ ജീവൻ്റെ ജീവനാണെന്നും ജീവനേക്കാൾ വലിയവനാണെന്നും പ്രഘോഷിക്കാൻ അവിടുന്ന് എൻ്റെ അധരങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ അതിനാഥനായ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഒരൊറ്റ വാക്കിൽ രൂപപ്പെടുത്തിയവനെ, എല്ലാം മനുഷ്യർക്ക് നന്മയ്ക്കായി ഒരുക്കിയവനെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തുതി പാടുന്നു. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ഒരേ മനസ്സോടെ ഹൃദയം മുഴുവനും നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെ ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കട്ടെ, ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തട്ടെ. സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം.
മാറ്റം